പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ബഷീറിൻ്റെ കൃതികൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളുടെയും അവസാനം ശുഭം എന്ന രണ്ടക്ഷരമുണ്ടാകും. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട മലയാള സിനിമകൾ അവസാനിക്കുന്നതും വെള്ളിത്തിരയിൽ ശുഭം എന്നെഴുതി കാണിച്ചായിരുന്നു. ഈസ്റ്റർ എന്ന വാക്കിൻ്റെ പര്യായമാണ് ശുഭം. എല്ലാം ശുഭമാകുമെന്ന പ്രതീക്ഷയാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. മരണത്തിന് മരണം സംഭവിച്ച ദിനം. അനീതിക്കും അധർമ്മത്തിനും മരണത്തിൻ്റെ ശക്തികൾക്കും താൽക്കാലിക വിജയങ്ങളുണ്ടായാലും ആത്യന്തികമായി നീതിയും ധർമ്മവും ജീവനും വിജയം വരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഈസ്റ്റർ. വർത്തമാനകാലത്ത് ഈ ഈസ്റ്റർ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ലോകം മുഴുവൻ കോവിഡ്-19 രൂപത്തിൽ മരണത്തിൻ്റെ ശക്തികൾ സംഹാര താണ്ഡവമാടുമ്പോൾ മരണത്തിന് മരണമുണ്ടാകുമെന്നും ജീവൻ ആഘോഷിക്കപ്പെടുമെന്നും എല്ലാം ശുഭമാകുമെന്നുമുള്ള ഈസ്റ്റർ സന്ദേശം നമുക്ക് വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും നമുക്ക് ചുറ്റും പരത്താം. ഒരു ഉദാഹരണം പറയാം. സമ്പന്ന രാജ്യങ്ങളിലൊന്നായ ഇറ്റലി ഇന്ന് മരണത്തിൻ്റെ ഭീതിയിൽ കഴിയുകയാണ്. നൂറുകണക്കിന് മനുഷ്യരുടെ, പ്രത്യേകിച്ച് വൃദ്ധരുടെ ജീവനാണ് കോവിഡ്-19 ഓരോ ദിവസവും കവർന്നെടുക്കുന്നത്. ഇതിനിടയിലാണ് ഡോൺ ബെറഡല്ലി എന്ന 72-കാരനായ കത്തോലിക്ക പുരോഹിതൻ കോവിഡ് രോഗം മൂർച്ഛിച്ച് ജീവൻ രക്ഷിക്കുവാൻ വെന്റിലേറ്റർ സഹായം തേടാൻ പോകുമ്പോൾ വെന്റിലേറ്ററുകളുടെ ക്ഷാമം കൊണ്ട് നീണ്ട ക്യൂവിലായിരുന്നൊരു ചെറുപ്പക്കാരനായ രോഗിയെ ശ്രദ്ധിക്കുന്നത്. തനിക്കായി കരുതിയിരുന്ന വെന്റിലേറ്റർ വേണ്ടെന്ന് വെച്ച് ചെറുപ്പക്കാരനായ രോഗിക്ക് അത് നൽകുവാൻ ഈ പുരോഹിതൻ ഡോക്ടർമാരോട് ആവശ്യപ്പെടുകയാണ്. സ്വയം മരണത്തിന് തയ്യാറായി ആ പുരോഹിതൻ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുമ്പോൾ അത് ഈസ്റ്റർ സന്ദേശവും ഒരു ഈസ്റ്റർ അനുഭവമായി മാറുകയാണ്. ഈസ്റ്റർ പ്രത്യാശയുടെ ഉത്സവമാണ്, പ്രതീക്ഷയുടെ വലിയ പെരുന്നാളാണ്, ജീവൻ്റെ ആഘോഷമാണ്. ഈ പ്രത്യാശ പക്ഷേ മർദ്ദിതരുടെയും പീഡിതരുടെയും പ്രത്യേകമായ അവകാശമാണ്. നീതിയും സമത്വവും ഉറപ്പാക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഈസ്റ്റർ. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതിക്കായി വിശന്ന് ദാഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. പട്ടിണിക്കാർക്ക് വിശപ്പില്ലാത്ത അവസ്ഥയെക്കുറിച്ച് സ്വപ്നം കാണുവാൻ കഴിയും. ഇപ്പോൾ സുഭിക്ഷതയിലും ആഡംബരത്തിലും കഴിയുന്നവർക്ക് അതുകൊണ്ട് ദൈവരാജ്യം ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടി പ്രവേശിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് എന്ന്. നോമ്പെടുത്തവർക്കേ നോമ്പ് വീടലിന് അവകാശമുള്ളൂ. കുരിശു വഹിച്ചവർക്കേ പൊൻവെള്ളി കുരിശുകളല്ല കേട്ടോ, ഉയർപ്പിൻ്റെ കിരീടം പ്രാപിക്കുവാൻ അർഹതയുള്ളൂ. കോവിഡ് ലോക്ക്ഡൗൺ കാല ജീവിതം നമുക്ക് ഈ വഴിക്ക് ചില ഈസ്റ്റർ പാഠങ്ങൾ സമ്മാനിച്ചേക്കാം. നാം എല്ലാവരും ഇന്ത്യയിൽ 21 ദിവസത്തെ കോവിഡ് പ്രതിരോധ ലോക്ക്ഡൗൺ എന്ന പ്രവാസ ജീവിതത്തിൽ കൂടി കടന്നു പോവുകയാണല്ലോ. ഇതുവരെ നമ്മൾ അനുഭവിച്ച ജീവിത സ്വാതന്ത്ര്യങ്ങൾക്കും സുഖങ്ങൾക്കും പരിധികൾ ഏർപ്പെടുത്തിയത് നമുക്ക് പലർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അസ്വാതന്ത്ര്യത്തിൻ്റെ ഈ ദിനങ്ങൾ തള്ളി നീക്കാൻ പ്രയാസപ്പെടുന്ന നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക. നമ്മുടെ സ്വന്തം ഭവനങ്ങളുടെ അടച്ചുറപ്പിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും തടവിലും നമുക്ക് 21 ദിനങ്ങൾ കഴിച്ചുകൂട്ടുവാൻ ഇത്ര പ്രയാസം അനുഭവപ്പെടുന്നുവെങ്കിൽ, ഉറ്റവരെയും ഉടയവരെയും കാണാതെ കഴിയാൻ നമുക്ക് പ്രയാസമാണെങ്കിൽ, നീണ്ട 27 വർഷങ്ങൾ, അതെ ഏകദേശം 10,000 ദിനങ്ങൾ ഒരു സ്വപ്നത്തിനു വേണ്ടി, താൻ വിശ്വസിച്ച ഒരു ദർശനത്തിനു വേണ്ടി, തൻ്റെ ജനതയുടെ വിമോചനത്തിനു വേണ്ടി ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ജയിലിലെ ഒരു ചെറിയ ഇരുണ്ട മുറിയിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിതം ഹോമിച്ച മനുഷ്യനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അതെ, നെൽസൺ മണ്ടേലയെക്കുറിച്ച്. 6 മാസത്തിൽ ഒരിക്കൽ മാത്രം ഒരു സന്ദർശകനെ മാത്രം അനുവദിക്കും. നിരന്തരമായ മാനസിക പീഡനം, ജീവൻ നിലനിർത്താൻ മാത്രമുള്ള ഭക്ഷണം, നിർബന്ധിത അടിമവേല, ഒരു ഫോൺ പോലുമില്ല. മണ്ടേലെ ജയിലിൽ അടച്ച ദിവസം വെള്ളക്കാരനായ ജയിൽ മേധാവി അദ്ദേഹത്തോട് പറഞ്ഞു, "ദിസ് ഈസ് ദ ഐലൻഡ് ആൻഡ് യു വിൽ ഡൈ ഹിയർ." ഇതാണ് ആ ദ്വീപ്, നീ ഇവിടെ മരിക്കും. എന്നാൽ കാലം കരുതി വച്ചിരുന്നത് മറ്റൊരു മരണമായിരുന്നു. 27 വർഷത്തെ ലോക്ക്ഡൗൺ ജീവിതം കഴിഞ്ഞ് നെൽസൺ മണ്ടേല ജയിൽ വിമോചിതനായപ്പോൾ വിമോചിതമായത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനത കൂടെയായിരുന്നു.
ആ ജയിലിൽ മരിച്ചത് മണ്ടേല ആയിരുന്നില്ല, മറിച്ച് അപ്പാർത്തീഡ് അഥവാ വർണ്ണവറി എന്ന നീചമായ വ്യവസ്ഥിതിയാണ് അവിടെ മരിച്ചത്. 1990 ഫെബ്രുവരി മാസം 11 ഇന്നും എൻ്റെ ഓർമ്മയിൽ പച്ചയായ ഓർമ്മയാണ്. ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ അവസാന വർഷ BD വിദ്യാർത്ഥിയായിരുന്ന എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അന്ന് ഉത്സവമായിരുന്നു. നെൽസൺ മണ്ടേല ജയിൽ വിമോചിതനായി എന്നറിഞ്ഞ ഞങ്ങൾ കരങ്ങളടിച്ചും പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും ആ ദിവസം ആഘോഷമാക്കി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ ഈസ്റ്റർ ആയിരുന്നു ആ ദിനം. അതെ, നീതിയും സമത്വവും സത്യവും പുനഃസ്ഥാപിക്കപ്പെടുന്ന അനുഭവങ്ങളെല്ലാം ഈസ്റ്റർ അനുഭവങ്ങൾ തന്നെയാണ്. ഈ ലോക്ക്ഡൗൺ കാലം ഇത്തരം ഈസ്റ്റർ ചിന്തകൾ കൊണ്ട് മുഖരിതമാകട്ടെ. ശാരീരിക അകലവും തൊട്ടുകൂടായ്മയും ഈ കാലത്ത് നമുക്ക് അസഹനീയമാകുമ്പോൾ നീണ്ട വർഷങ്ങൾ ജാതിയുടെ പേരിൽ തീണ്ടലും അയിത്തവും അനുഭവിച്ച ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്, അവരിൽ പലരും സാമൂഹ്യ ഒറ്റപ്പെടുത്തലുകൾക്ക് ഇന്നും ഇരകളാകുന്നുണ്ട് എന്നും നാം മറക്കരുത്. വ്യക്തിപരമായി ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ ഏറെ സ്പർശിച്ച ഒരു സന്ദേശം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ലോക്ക്ഡൗൺ ഭവനത്തിൽ വീർപ്പുമുട്ടി കഴിയുന്ന തൻ്റെ ഉടമസ്ഥനെ നോക്കി ജലനിന് വെളിയിൽ കൂട്ടിലടച്ചു കിടക്കുന്ന വളർത്തുതത്ത പറയുകയാണ്, നല്ല പ്രയാസമുണ്ടല്ലേ ഇങ്ങനെ കഴിയാൻ, സാരമില്ല, എന്നെപ്പോലെ ഇത് ശീലമായിക്കൊള്ളുമെന്ന്. കൂട്ടിലടയ്ക്കപ്പെട്ടവർക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിലാകും. സഞ്ചാര നിയന്ത്രണത്തിൻ്റെ വേദന അനുഭവിക്കുന്ന നമുക്ക് പൊതുവഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ നീണ്ട സമരങ്ങളെക്കുറിച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. സ്വന്തം വീടിൻ്റെ ഉള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്ന നമ്മൾ അന്തിയുറങ്ങാൻ ഒരു കൂര പോലുമില്ലാത്ത ഭവനരഹിതരെക്കുറിച്ച് ഈ നാളുകളിൽ ഓർക്കണം. ഈ ചിന്തകളൊക്കെയും നീതി പങ്കുവയ്ക്കലും കരുതലും നമ്മുടെ ജീവിത മൂല്യങ്ങളാക്കാൻ നമ്മെ സഹായിക്കുന്ന ഈസ്റ്റർ പാട്ടുകളാവണം, ഉയർപ്പ് പാട്ടുകളാവണം, ഉണർത്ത് പാട്ടുകളാവണം. ലോക്ക്ഡൗൺ കഴിയുമ്പോൾ തൊട്ടുകൂടായ്മയും സാമൂഹ്യ അകലവുമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള ദാഹം നമ്മിലുണ്ടാവണം. ഒന്നിൻ്റെയും പേരിൽ ആരും മാറ്റി നിർത്തപ്പെടാത്ത സമത്വസുന്ദരമായൊരു ലോകത്തെക്കുറിച്ചുള്ള ഒരു ഈസ്റ്റർ പ്രതീക്ഷ ഈ ലോക്ക്ഡൗൺ കാലം നമുക്ക് സമ്മാനിക്കട്ടെ. 21 ദിവസത്തെ നമ്മുടെ ലോക്ക്ഡൗൺ ജീവിതം പ്രകൃതിക്ക് ആകമാനം ഉണ്ടാക്കിയിരിക്കുന്ന പുനർജനി ശ്രദ്ധിക്കണം. പറക്കുന്ന വിമാനങ്ങളുടെ എണ്ണവും വ്യവസായശാലകളിലെ പുകയും കുറഞ്ഞപ്പോൾ ആകാശത്തിന് ഈസ്റ്റർ. മലിനീകരണം കുറഞ്ഞതിനാൽ അന്തരീക്ഷത്തിനും ഭൂമിക്കും ഈസ്റ്റർ. ഇടിച്ചു നിരത്തലില്ലാത്തതിനാൽ കുന്നുകൾക്ക് ഈസ്റ്റർ. നികത്തലുകളില്ലാത്തതിനാൽ പാടങ്ങൾക്കും ഈസ്റ്റർ. ട്രോളിംഗ് ഇല്ലാത്തതിനാൽ കടലിനും മത്സ്യങ്ങൾക്കും ഈസ്റ്റർ. പെരുന്നാളുകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലാത്തതിനാൽ ആനകൾക്കും ഈസ്റ്റർ. ആൾദൈവങ്ങൾ ലോക്ക്ഡൗൺ ആയതിനാൽ സത്യദൈവത്തിനും യഥാർത്ഥ ഈസ്റ്റർ, ഉയർപ്പ്. ഈ കോവിഡ് കാലത്ത് നമ്മിൽ ചിലരെങ്കിലും ദീപം തെളിയിക്കുകയും കൈകൊട്ടുകയും ചെയ്തു. കൈയടിച്ചാലോ ദീപം തെളിച്ചാലോ ഏതെങ്കിലും വൈറസ് ഓടിപ്പോകുമെന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം എനിക്കില്ല. എന്നാൽ ഒരുമിച്ചുള്ള ദീപം തെളിയിക്കലിനും കൈയടികൾക്കും ഒരു സാമൂഹിക പ്രസക്തിയുണ്ട്. ഒരു ഈസ്റ്റർ, ഉയർപ്പ്, മാനമുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ ദക്ഷിണ കൊറിയയിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിശബ്ദ വിപ്ലവം നടന്നു. അവിടുത്തെ മുൻ പ്രസിഡന്റ് ഗൗരവതരമായ ഒരു അഴിമതിയിൽ പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ രാജിക്കായി രാജ്യമെമ്പാടും മുറവിളി ഉണ്ടായെങ്കിലും അതൊന്നും ഗൗനിക്കാതെ അവർ ഒരു ഏകാധിപതിയെപ്പോലെ അധികാരത്തിൽ തുടർന്നു. ക്ഷമ നശിച്ച ജനം, ലക്ഷക്കണക്കിന് ജനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് തലസ്ഥാന പട്ടണമായ സോളിലും മാസങ്ങളോളം ഒരുമിച്ചുകൂടി പ്രതിഷേധിച്ചു. അവരുടെ എല്ലാം കൈകളിൽ മൂർച്ചയേറിയ ഒരായുധമുണ്ടായിരുന്നു, കത്തിച്ച മെഴുകുതിരികൾ. മെഴുകുതിരികൾ കത്തിച്ച് കരങ്ങളിൽ വഹിച്ച് അവർ അവരുടെ രാജ്യം ലോക്ക്ഡൗൺ ചെയ്തു. അതിനു മുമ്പിൽ പ്രസിഡന്റിന് തലകുനിച്ച് രാജിവെക്കേണ്ടി വന്നു. അതും ഒരു ഈസ്റ്റർ സംഭവമായിരുന്നു. അധർമ്മത്തിനുമേൽ ധർമ്മം നേടിയ വിജയം. അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജനങ്ങൾ ഒരുമിച്ച് ദീപം തെളിയിച്ചാൽ അതൊരു ഈസ്റ്റർ അനുഭവമാക്കുവാൻ കഴിയും. തിന്മയുടെയും അനീതിയുടെയും വൈറസുകളെ നമുക്ക് പ്രതിരോധിക്കാം. അതുപോലെ ഒരുമിച്ച് കൈയടിച്ച് നമുക്ക് ഈസ്റ്റർ ആചരിക്കാം. ജന്മിത്തം നിലനിന്നിരുന്ന കാലത്ത്
നമ്മുടെ നാട്ടിലൊരു ജന്മിയും കാര്യസ്ഥനും ഒരു നദിയുടെ തീരത്ത് താമസിച്ചിരുന്നു. ജന്മിയുടെ കൃഷിസ്ഥലങ്ങളെല്ലാം നദിയുടെ മറുതീരത്തായിരുന്നു. ദളിതരായ തൊഴിലാളികൾ പകൽ മുഴുവൻ വേല ചെയ്യും. വൈകുന്നേരം അവരിൽ ഒരാൾ നദിക്കര നിന്ന് ഒച്ച വയ്ക്കണം. അപ്പോൾ കാര്യസ്ഥൻ വള്ളത്തിൽ നദിക്കക്കരെ എത്തും. ആരാണ് ശബ്ദമുണ്ടാക്കിയത് എന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോൾ ശബ്ദമുണ്ടാക്കിയ ആൾ കൈയടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഞാൻ എന്ന് പറയണം. അപ്പോൾ കാര്യസ്ഥൻ അദ്ദേഹത്തെ കുനിച്ചു നിർത്തി നിർദ്ദയം മർദ്ദിക്കും. അതിനുശേഷം തൊഴിലാളികൾക്കെല്ലാം കൂലി നെല്ലായിട്ട് കൊടുക്കും. ഈ പതിവ് മാസങ്ങളോളം തുടർന്നു. ഓരോ ദിവസവും ഓരോ തൊഴിലാളി മുന്നോട്ട് വന്ന് കാര്യസ്ഥൻ്റെ മർദ്ദനം അനുഭവിക്കേണ്ടിയിരുന്നു. കൂലി പണമായി കിട്ടുകയുമില്ല. കുറച്ച് നെല്ല് മാത്രം കിട്ടും. തൊഴിലാളികൾ ഒറ്റ ദിവസം ആലോചിച്ചു, എന്താണ് ഇതിനൊരു പരിഹാരം? പിറ്റേ ദിവസം പതിവ് പോലെ പണി കഴിഞ്ഞ് വൈകുന്നേരം തൊഴിലാളികളിൽ ഒരാൾ ഒച്ച വെച്ചു. ജന്മിയുടെ കാര്യസ്ഥൻ അവിടെ വന്നു. ആരാണ് ശബ്ദമുണ്ടാക്കിയതെന്ന് പതിവ് പോലെ ചോദിച്ചു. എന്നാൽ പതിവിന് വിപരീതമായി അന്ന് തൊഴിലാളികളെല്ലാവരും ഒരുമിച്ച് കൈയടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ എന്നുച്ചത്തിൽ പറഞ്ഞു. അന്ന് അപ്പോൾ കാര്യസ്ഥൻ്റെ മർദ്ദനം എന്നേക്കുമായി അവസാനിച്ചു. തൊഴിലാളികൾക്ക് കൂലി പണമായും കിട്ടിത്തുടങ്ങി. ഇതാണ് ഈസ്റ്റർ. ഇതാവണം ഈസ്റ്റർ. അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥ ഈസ്റ്റർ. സാമ്രാജ്യത്വവും അതിനോട് ചേർന്ന് പൗരോഹിത്യ ദുഷ്പ്രഭുത്വവും യേശുക്രിസ്തുവിനെ പീഡിപ്പിക്കുകയും അന്യായമായി കൊല്ലുകയും ചെയ്തുവെങ്കിലും മൂന്നാം പക്കം ക്രിസ്തു ഖബറിലെ ലോക്ക്ഡൗൺ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. അതെ, അതീശത്വ ശക്തികൾ തങ്ങൾ എന്നേക്കുമായി വകവരുത്തി കൊന്നൊടുക്കിയെന്ന് വിചാരിച്ച നീതിയും സത്യവും ധർമ്മവും പുനരുത്ഥാനം ചെയ്യുന്നതാണ് ഈസ്റ്റർ പെരുന്നാൾ. നീതി പുലരും, സത്യം ജയിക്കും, മരണം മരിക്കും, ജീവൻ ഉയർത്തെഴുന്നേൽക്കും. നാം അതിജീവിക്കും. വി ഷാൽ ഓവർകം. എല്ലാം ശുഭമാകും. എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ. ഗീവർഗീസ് കൂറിലോസ്.